ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിലെ കുറേ നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ, പഴയകാലത്തെ സ്ത്രീകളായാലും ഇപ്പോഴത്തെ സ്ത്രീകളായാലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും പുറത്തിറങ്ങി മറ്റുള്ള ജോലികൾ ചെയ്യാനായിട്ട്, ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതിയുടെ ബേസിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ജാതിയിൽ പെട്ടുപോയില്ലേ, നമുക്കിത് ചെയ്യാൻ പാടില്ലേ എന്നൊന്നും എല്ലാവരും ചിന്തിച്ച് വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവർ കാശ് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരായ ആൾക്കാർ വെറുതെ ഇരുന്ന് സമയം കളയുന്നു. സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ഇപ്പോൾ ഞാൻ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു തനിയൊരു ജോലി, വേറൊരു വിഭാഗക്കാർക്ക് വേറൊരു ജോലി, അങ്ങനെ തരംതിരിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ പണ്ടേ മുതൽ തരംതിരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ കൂടെ തന്നെയാണ് പ്രതാപത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ മാന്യതയുടെ പേരിലും മറ്റും നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ജോലിയല്ല, നമ്മുടെ ജാതിയിൽപ്പെട്ടവർക്ക് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞ് തരംതിരിച്ചപ്പെട്ടപ്പോൾ അത് മറ്റുള്ളവർ അത് മുതലെടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യാൻ മുതലെടുത്തല്ല, അവരെന്ത് ജോലി ചെയ്യാനും അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. അവർ നല്ല രീതിയിൽ സുഖമായിട്ട് അവരുടെ കുടുംബം കഴിയുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ബുദ്ധിമുട്ടുണ്ടോ? നമുക്കൊന്നും പണ്ടേ മുതലേ ബുദ്ധിമുട്ടാണ്ട് നമുക്ക് ലോകത്തിലല്ല, നമുക്ക് എവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ചിലർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്ത്രീകളായ പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്കും എല്ലാവർക്കും ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം നേടി, വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടി അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി കിട്ടാതെ നമ്മൾ മനം എടുത്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അതായാലും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അംഗീകാരം വീട്ടിൽ നിന്ന് നേടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ അംഗീകാരം വേണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരികയാണെങ്കിലും കാശ് കയ്യിലായി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും നല്ല കാര്യമാണെന്നുള്ളത്. അതുവരെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവർക്ക് അതിലേക്ക് ഒരു ഇത് കൊടുക്കാനോ നമുക്ക് ബുദ്ധിമുട്ടാണ്. എനിവേ അതെന്താ, നമ്മൾ ഈ ടെക്നിക്കലായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ ഈ ജോലികൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ ഇതിൽ നിൽക്കാണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് അതിന് തന്നെ വീടുകളിൽ തുടങ്ങാം. നമ്മൾ ചെറിയ ബോർഡൊക്കെ വെച്ച് അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ വർക്കുകൾ പിടിക്കാം. വീട്ടിൽ വർക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പതുക്കെ പറഞ്ഞ് നമ്മുടെ അത്യാവശ്യം കാശൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ റൂം എടുത്തിട്ട് അവിടെ ചെയ്യുന്നു. ഈ വർക്ക് മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ നമുക്കൊരു ഡെമോ ആണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളതാണ്. പുരുഷന്മാർക്ക് ചെറുപ്പക്കാർക്ക് അത് ഈ ചെറുപ്പക്കാർ ഇന്നത്തെ പിള്ളേർ എന്താണെന്ന് പറയുന്നത്, വലിയ ടോപ്പിൽ നടന്ന നാട്ടിലും വലിയ മാനേജറിൽ നടന്ന അവർക്ക് മറ്റുള്ള ജോലിക്ക് പോകും, മറ്റുള്ളവർ എന്ത് പറയും, കളിയാക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ള കാരണം ഒരു കാര്യം ചെയ്യാനും മടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഈ ഹോട്ടൽ ബിസിനസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഷോപ്പ്, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന അതിൻ്റേത് അതിൽ നിന്ന് ഉറച്ച് നിൽക്കണം. അതിൽ നിന്ന് ചാടി പോകരുത്. പക്ഷേ കുറച്ച് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നാലാൾക്കാർ കളിയാക്കി പറയുന്നത് അവൻ അതിന് പോയി, അവൻ കണ്ടില്ലേ വലുതാ വരുന്ന അവൻ്റെ പദവി, അവൻ്റെ പ്രതാപം, കാറൊക്കെയുള്ളവൻ, അത് ബാക്കിയുള്ളവൻ, അവൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അവൾ അത് ചെയ്ത് പറയും. ഇതൊന്നും കേൾക്കാൻ നിൽക്കരുതിട്ട്. അവരൊന്നും നമുക്ക് 10 പൈസ തരില്ല. 10 പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് നമുക്ക് ആരും തരില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ യൂത്തുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ അങ്ങോട്ട് തെരവറ നടന്നിട്ട് കാര്യമില്ല. വയസ്സ് അങ്ങനെ പോകും. കാരണം ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച വ്യക്തികളായ കാരണം നമുക്കിതൊക്കെ അറിയാം. നമ്മളിതൊക്കെ നിങ്ങളെ പോലെ കയറുന്ന ആദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇഷ്ടമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് പറ്റുന്ന ജോലികൾ, നമുക്ക് എന്ത് ജോലി ആയിരുന്നാലും കാശ് കിട്ടുന്നു, അതെന്തായാലും നമുക്ക് ചെയ്യാം. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ബിസിനസ് മേഖലയിൽ ഇറങ്ങുന്ന ഒരു ചെറിയൊരു ഷോപ്പായാലും ഒരു മുറുക്കാൻ കടയായാലും അല്ലെങ്കിൽ ഒരു സർവത്ത് വിൽക്കുന്ന കടയായാലും അതൊക്കെ നമ്മൾ അതിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്തിട്ട് അതൊന്ന് മോഡിഫൈ ചെയ്താൽ നല്ല രീതിയിൽ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ ആൾക്കാർ വരുന്നേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മൾ നല്ല നമ്മുടെ കൂടെ ആൾക്കാർ വരും. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം വരും. ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ കളിയാക്കും, അതൊന്നും ശരിയാവില്ല, അത് നിങ്ങൾക്ക് പറ്റില്ല, അങ്ങനെ ഇതൊക്കെ പറയും. പക്ഷെ അതൊന്നല്ലാന്നേ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ജോലിയല്ല, ഞാൻ ഇപ്പോൾ കാണിച്ചെന്നൊരു ഡെമോയാണ് സ്ത്രീകൾ ചെയ്യുമെന്നുള്ളത്. അത് ഇവിടെ ഒന്നുമല്ല, കേരളത്തിലൊന്നുമല്ല, വടക്കേ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ്, അത് ബംഗ്ലാദേശിലായിരിക്കും. പക്ഷേ അതിനൊരു മനസ്സിനൊരു തോന്നി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ ജോലിക്ക് ഞാൻ കുറേ വീഡിയോ വന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ വണ്ടികളുടെ ജോലി ചെയ്യുന്നു, ഇലക്ട്രോണിക്സിൻ്റെ ജോലി ചെയ്യുന്നു, ഇതേപോലെ വയറിങ്ങിൻ്റെ ജോലി ചെയ്യുന്നു, കോൺക്രീറ്റിൻ്റെ ജോലി ചെയ്യുന്നു, സിമെൻറ്റിൻ്റെ പണി ചെയ്യുന്നു, എല്ലാം പണി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും കൂടി ഒന്ന് പുരോഗമിച്ച് സ്ത്രീകൾ വീട്ടിലൊന്നും ജോലിയില്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട. അതുപോലെ ചെറുപ്പക്കാരായ എല്ലാ ആൺകുട്ടികളും ഇതിനൊക്കെ ഇറങ്ങണം. എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഇറങ്ങുക. അത് നല്ല രീതിയിൽ എടുത്ത് അത് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്തായി നമുക്ക് മറ്റുള്ളവരുടെ അടിമകളാകണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോ ഇട്ടത് കൊണ്ട് നാളെ എന്നോട് ചോദിക്കും, ചേട്ടനൊക്കെ ചെയ്തോട് ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കില്ല, ചേട്ടൻ്റെ മക്കളോട് പറഞ്ഞോട്. ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ജീവിതം ഇതല്ല, കാശുണ്ടെങ്കിലേ നമ്മുടെ കയ്യിൽ കാര്യമുള്ളൂ. കാശില്ലാത്ത പക്ഷം നമ്മൾ വെറും വേസ്റ്റുകളാണ് കേട്ടോ. നമുക്ക് കുറേ കാലം നമ്മളിങ്ങനെ തേരപാറ നടന്നിട്ട് നമ്മളെ ആരും വില വയ്ക്കില്ല. വെറുതെ നടക്കുമ്പോൾ നമ്മളിൽ കാശായി നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ആ കുട്ടി കണ്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ജോലി ചെയ്യുന്നതാണ്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ത് കൂട്ടാനായിട്ട്. പല രീതിയിലുണ്ടെന്ന് അതങ്ങോട്ട് ചെയ്യണം. ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് മുതൽ മുടക്ക് പൈസ വേണം. ചിലർ പറയും പൈസ ഇല്ലല്ലോ എൻ്റെ കയ്യിൽ. ഇങ്ങനെ പൈസ ഉണ്ടാവും, വെറുതെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാവും. എല്ലാ പൂരത്തിനും കാവടിക്കും അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ നമ്മൾ ഓരോ ദിവസം നടന്ന് പാതിരാത്രി നടന്ന് ജോലിക്കും പോകാണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെ നമുക്ക് പൈസ കിട്ടും. വീട്ടു ചിലവ് നോക്കുന്നതും വീടിൻ്റെ കാര്യം നോക്കുന്നതും, നിങ്ങൾക്ക് 4 നേരം ഭക്ഷണം തരുന്ന അച്ഛനമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജോലി കണ്ടുപിടിച്ച് നല്ലൊരു ഇതിലേക്ക് എത്തുക. നിങ്ങൾക്ക് വീട്ടിലെ കടം വീട്ടാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ചെയ്യാം. പെൺകുട്ടികളെ ആൺകുട്ടികളായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൂ. കുറേ പൈസ ലെവലിൽ പഠിച്ചിട്ട് കുറേ പഠിച്ചിരിക്കണ്ടല്ലോ, പഠിക്കണോണ്ട് ഞാൻ കുഴപ്പമൊന്നും പറയില്ല. വിദ്യാഭ്യാസം വേണം, പക്ഷേ കൂടുതലായിട്ട് ആ പഠിച്ച ലെവലിലുള്ള ജോലി കിട്ടിയാലും മനോവിഷമമായ കാര്യങ്ങളായി പ്രശ്നങ്ങളായി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ 2 പേരുണ്ടെങ്കിൽ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഈ മനോവിഷമം തീർന്ന എല്ലാ കാര്യങ്ങളും ഉഷാറാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.